കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് പഞ്ചായത്ത് വൈക്കാട് പഞ്ചായത്ത് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് 3000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ശൗര്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റു പഞ്ചായത്തുകളിലും ഇതേ ആവർത്തനം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം അത് വളരെയേറെ പ്രതിഫലിക്കുന്നുണ്ട് ഈ റിസൾട്ടിൽ. ഐക്യ ജനാധിപത്യ മുന്നണി അവിടെ രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞത്. മറ്റുള്ളവർ മറ്റു പലതും പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും അവിടെ ഏശാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുതിയ ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലീഗ് വോട്ടുകൾ കറക്റ്റ് വീണുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണോ ഇത്ര നേരത്തെ മാധ്യമങ്ങളെ കാണുന്നത്? തീർച്ചയായിട്ടും അവിടെ മുസ്ലിം ലീഗ് മാധ്യമങ്ങൾ എത്ര നേരത്തെ കാണുന്നത് തങ്ങൾക്ക് യാത്ര ഉണ്ട്. അതെ, അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കെട്ടുറപ്പോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഐക്യവും ഒരു കൂട്ടായ്മയും UDF-നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല പ്രതിഫലനം അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിപ്പോൾ റിസൾട്ട് ഫുള്ളായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമുക്കൊരു അന്തിമ വിജയത്തിലേക്ക് എത്താൻ പറ്റും. അത് ഇനിയും വോട്ടുകൾ എണ്ണാനുണ്ടല്ലോ, എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് അത് വിലയിരുത്താം. ഞങ്ങൾക്ക് യാത്ര ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ ആണ് വന്ദേ ഭാരതിന് കയറാൻ നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ടത്. ഇനിയൊക്കെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. ഞങ്ങളിവിടെ ഉണ്ട്. അല്ല, അതെ, ഇനി കുറച്ചും കൂടി എണ്ണട്ടെ. ഇപ്പോൾ പറയാനുള്ളത് തങ്ങൾ പറഞ്ഞു, ഒരു വിജയം പ്രതീക്ഷിക്കുന്നു, നല്ല ഭൂരിപക്ഷത്തോടു കൂടിയെന്ന് തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അത് തന്നെ ആവർത്തിച്ച് പറയാണ്. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഉണ്ടല്ലോ. വഴിക്കടവ് പഞ്ചായത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലീഡാണോ ഇപ്പോൾ വരുന്നത്? നിങ്ങളിങ്ങനെ റണ്ണിങ് കമൻറ്ററി കൊടുക്കണ മാതിരി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കൗണ്ടിങ് പുരോഗമിക്കട്ടെ, എന്നിട്ട് പറയാം. UDF-ന് ഒരു വിജയമുണ്ട് എന്ന് ഇവിടെ പറഞ്ഞല്ലോ. അതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ജയം തന്നെ ഉണ്ട്. ബാക്കി അനലൈസ് ചെയ്യൽ കുറച്ചും കൂടി